ഇടുക്കി ജില്ലയിൽ വീണ്ടും പാതാളത്തവളയെ കണ്ടെത്തി. IUCN പട്ടികപ്രകാരമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന പാതാളത്തവളയാണ് നെടുങ്കണ്ടത്ത് കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടെയാണ് മാവേലി തവളയെന്നറിയപ്പെടുന്ന പാതാളത്തവളയെ കിട്ടിയത്. പാതാളത്തവള, പന്നിമുക്കൻ തവള, മഹാബലിത്തവള, മാവേലിത്തവള എന്നൊക്കെയാണ് ഇവന്റെ വിളിപ്പേരുകൾ. പർപ്പിൾ ഫോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുവാഗ്ലോസി ഡായെ കുടുംബത്തിൽപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഫോസിലായി കണക്കാക്കപ്പെടുന്നു. പാതാളവുമായി സാമ്യമുള്ള തവളകൾ മഡഗാസ്കറിലും സീഷെൽസ് ദ്വീപുകളിലുമാണ് ഉള്ളത്. 2003 ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ST ബിജു, ബ്രസൽസ് ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ ഫ്രാങ്കി ബൊസ്യൂട്ട് എന്നിവർ ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് കോതമംഗലം, എരുമേലി, പാലക്കാട്, സൈലന്റ് വാലി, തൃശൂരിലെ പട്ടിക്കാട്, തമിഴ്നാട്ടിലെ ആനമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തിയത്. 10 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യൻ ഗ്വാണ്ടാന വൻകരയുടെ ഭാഗമായപ്പോൾ ഉരുത്തിരിഞ്ഞവയാണ് ഈ തവളകളെന്ന് കരുതപ്പെടുന്നു. പ്രായപൂർത്തിയായാൽ ഇവയ്ക്ക് കടും പാടല വർണ്ണമായിരിക്കും. ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിന്റെ മുഖ്യഭാഗവും ചിലവഴിക്കുന്നത്. മണ്ണിനടിയിലുള്ള ചെതലുകളാണ് മുഖ്യ ആഹാരം. വിരകളെയും അകത്താക്കും. എന്നാൽ മൺസൂൺ കാലത്ത് പ്രത്യുൽപാദന സമയത്ത് മാത്രം 2 ആഴ്ചയോളം ഇവ പുറത്തേക്ക് വരും. വെള്ളിയാഴ്ച രാവിലെയാണ് ഉടുമ്പൻചോല മാവടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇലിപ്പുലിക്കാട്ട് സജി ജോസിന്റെ കൃഷിയിടത്തിൽ തവളയെ കണ്ടെത്തിയത്. ആദ്യം അല്പം അങ്കലാപ്പുണ്ടായെങ്കിലും വിരയെ ഉൾപ്പെടെ കൊടുത്തതോടെ ആള് ഇണങ്ങിയ മട്ടായി. പക്ഷേ ഇതിനിടയിൽ മണ്ണ് തുളച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും തങ്ങൾക്ക് പരിപാലന ചുമതല ഇല്ലെന്നും അതിനെ കണ്ടെത്തിയ ആവാസവ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടണമെന്നുമാണ് മറുപടി ലഭിച്ചത്. അതോടുകൂടി തവളയെ കണ്ടെത്തിയ മേഖലയിൽ അതിനെ തിരിച്ചുവിടുവാനാണ് തീരുമാനം. ഇത് രാവിലെ 10 മണിയായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിൽ പണിയാൻ വന്നു. ആ സമയത്ത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം വെട്ടുമ്പോൾ മണ്ണിന്റെ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. ഈ സാധനത്തിനെ ഞങ്ങൾ റിപ്പോർട്ടർക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെ സാധനത്തിന് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ മാറ്റി വെച്ചിരുന്നു. ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ കാണാനില്ല. വീണ്ടും ഞങ്ങൾ അവിടെ നോക്കി കാണാനില്ല. പിന്നെ അവിടെ മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു 2.5 മീറ്റർ അടിയിൽ നിന്നാണ് ഇതിന് തിരിച്ചു കിട്ടിയത്. പാതാളത്തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2023 ആരും കാണാത്ത തവളയെ സംസ്ഥാന തവള ആക്കേണ്ട എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയെ പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ശുപാർശ ചെയ്തത്. വേണ്ടെന്ന മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചതോടെ 2023 സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.